പോലും ലോകം നീതിയെ തേടുന്നത് എന്തിനാണ്? അനീതി അത്രമേൽ നിറസാന്നിധ്യമായി മാറുന്നത് കൊണ്ടാണ്. ഈ വിപത്തിനു കാരണം അഴിമതി എന്ന മഹാ അർബുദമാണ്. ഇങ്ങ് താഴെ തട്ടുമുതൽ ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട ഭരണകൂടങ്ങളും നീതിന്യായ വ്യവസ്ഥകളും വരെ നടത്തുന്ന അന്യായ വിധികൾ എത്രയെത്ര! ഈ സ്ഥിതി തുടർന്നാൽ ദൈവത്തിന്റെ സ്വന്തം നാട് ഇനി സാത്താന് സ്വന്തം. അഴിമതിയെ തുടച്ചു നീക്കി ഏവർക്കും സ്വീകാര്യമായ, എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന പൊതുനീതി എന്ന ആശയത്തിന് പുതുശ്വാസമേകുവാൻ ദാറുൽ ഫതഹ് പബ്ലിക് സ്കൂളിന്റെ പുതുതലമുറ അവതരിപ്പിക്കുന്ന നീതിദേവത അന്തയോ. എടോ രാഘവ, ഞാനൊരു 500 രൂപയായിട്ട് തരും. എന്താ, തനിക്ക് സാക്ഷി പറയാൻ പറ്റില്ലേ? പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാനെടു പഠിപ്പിച്ചു തരാം. താനേ ക്യാബിനിലേക്ക് വാ. അയ്യോ സാറേ, എനിക്കൊരു 600 രൂപയെങ്കിലും കിട്ടണം. അപ്പൊ പിന്നെ എനിക്ക് എന്താണോ കിട്ടുക? ആകെ 700 രൂപയാണ് കക്ഷിന്ന് കിട്ടുന്നത്. തനിക്ക് പറ്റില്ലെങ്കിൽ വേണ്ട, ഞാൻ വേറെ ആളെ നോക്കിക്കോളാം. ഇവിടെയൊക്കെയാ സാക്ഷികളെ കിട്ടാൻ പഞ്ഞം. യുവർ ഓണർ, CMP 37/11 അന്യായക്കാരനായ മിസ്റ്റർ കേശവൻ എഴുത്തച്ഛൻ മേപ്പടി കേസിലെ പ്രതിയായ ചാക്കോച്ചന് എതിരെ നൽകിയ മൊഴികൾ വിശ്വസനീയമല്ല എന്ന് ഞാൻ ഈ കോടതിയെ ബോധിപ്പിക്കുന്നു. ആയതിനാൽ അന്യായക്കാരനായ കേശവൻ എഴുത്തച്ഛനെ വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി അനുമതി നൽകിയാലും. യെസ്, യു മേ പ്രൊസീഡ്. മേലേടത്ത് പടിഞ്ഞാറേ വീട്ടിൽ മാധവൻ എഴുത്തച്ഛൻ മകൻ കേശവൻ എഴുത്തച്ഛൻ ഹാജരുണ്ടോ? 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 ഈശ്വരൻ സാക്ഷിയായി കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. ഈശ്വരൻ സാക്ഷിയായി സത്യം മാത്രമേ ബോധിപ്പിക്കൂ. നിങ്ങളാണോ ഈ കേശവൻ എഴുത്തച്ഛൻ? അതെ, മഞ്ഞെ. എന്താ നിങ്ങളുടെ ജോലി? ഞാനൊരു റിട്ടയേർഡ് സ്കൂൾ വാദ്യരാണ്. നിങ്ങൾ അവിവാഹിതനാണ് എന്ന് പറഞ്ഞു കേട്ടു. എന്താ, ശരിയാണോ? അതെ, അന്ന് അതിനൊന്നും താല്പര്യമില്ല. നിങ്ങൾ പഴയ ഏതാണ്ടൊക്കെ കലാപങ്ങളിലോ സമരങ്ങളിലോ പങ്കെടുത്ത ആളാണെന്ന് പറയുന്നത് കേട്ടു. പഴയ ഏതാണ്ടൊക്കെ കലാപത്തിലല്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി നടത്തിയ സമരം. ഞാനൊരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ആട്ടെ, നിങ്ങൾ ഏതിനാണ് പോയത്? ഉപ്പു സത്യാഗ്രഹത്തിനാണോ അതോ ദണ്ഡിയാത്രയ്ക്കോ? ഒബ്ജക്ഷൻ യുവർ ഓണർ, എന്റെ കക്ഷിയോടുള്ള അനാവശ്യ ചോദ്യങ്ങൾ ഒഴിവാക്കണം. നോ യുവർ ഓണർ, ഐ ഹാവ് ആസ്ക്ഡ് ഓൺലി ദ റൈറ്റ് ക്വസ്റ്റ്യൻ. യെസ്, യു മേ പ്രൊസീഡ്. സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയനുമായ നിങ്ങൾ എന്തിനാണ് അന്യരുടെ മുതലിൽ അവകാശം ഉന്നയിക്കുന്നത്? ഏമാനെ, ആ സ്ഥലവും പുരയിടവും എന്റേത് തന്നെയാണ്. എനിക്ക് മാത്രം അവകാശപ്പെട്ട എന്റെ സ്വന്തം സ്ഥലം. മേപ്പടി വസ്തുവിൽ എങ്ങനെയാണ് നിങ്ങൾ അവകാശം ഉന്നയിക്കുന്നത്? നിങ്ങളുടെ കയ്യിൽ അതിനുള്ള രേഖയോ മറ്റോ ഉണ്ടോ? 4 വർഷം മുമ്പ് എന്റെ ചികിത്സയ്ക്ക് വേണ്ടി റവന്യൂ മന്ത്രി തോമാച്ചന്റെ മകൻ ചാക്കോച്ചനിൽ നിന്നും കുറച്ച് പൈസ വായ്പ എടുത്തിരുന്നു. ഈട് വേണമെന്ന് പറഞ്ഞതനുസരിച്ച് 1-2 ബ്ലാങ്ക് പേപ്പറിൽ ഞാൻ ഒപ്പിട്ട് കൊടുക്കുകയും വസ്തുവിന്റെ ആധാരം കൊടുക്കുകയും ചെയ്തിരുന്നു. വായ്പാ തുക പറഞ്ഞ സമയത്ത് തന്നെ തിരിച്ചു കൊടുത്തെങ്കിലും എന്റെ ആധാരവും പേപ്പറും തിരിച്ചു തന്നില്ല. അതുപയോഗിച്ച് എന്നെ ചതിക്കുകയായിരുന്നു. ഈ ആരോപണങ്ങൾക്ക് നിങ്ങളുടെ കൈവശം എന്തെങ്കിലും തെളിവുകളുണ്ടോ? എല്ലാം ദൈവത്തിനറിയാം. എങ്കിൽ ദൈവത്തെ സാക്ഷിയായി വിളിക്കാം. എന്താ, പോരെ? ഏമാനെ, പരിഹസിക്കരുത്. അതുപോട്ടെ, മറ്റെന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കാനുണ്ടോ? പിന്നെ എല്ലാം അറിയുന്നത് എന്റെ സുഹൃത്ത് പോക്കർ ഹാജിക്കാണ്. അടുത്തതായി അന്യായക്കാരന്റെ സുഹൃത്ത് പോക്കർ ഹാജിയെ വിസ്തരിക്കാൻ ദയവായി ബഹുമാനപ്പെട്ട കോടതി അനുമതി നൽകിയാലും. യെസ്, യു മേ പ്രൊസീഡ്. കൂട്ടത്തിൽ ചവിട്ടി ഭീരാൻ മകൻ പോക്കർ ഹാജരുണ്ടോ? 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 കടന്ന് വിളിച്ച് കൂവണ്ട ചെങ്ങായി, ഞമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. ഓർഡർ, ഓർഡർ. അല്ല, എന്തെങ്കിലും ഓർഡർ ചെയ്യണ്ട? ആ, ഓർഡർ ചെയ്യാണ്. ഞമ്മക്കൊരു ചായയും പരിപ്പാടി മതി കേട്ടാ. ഈശ്വരൻ സാക്ഷിയായി കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. പഠിച്ചോനാണ്, റസൂലാണ്, പുത്തമ്പള്ളി മൂപ്പരാണ്. ഞമ്മള് സത്യം മാത്രമേ പറയാറുള്ളൂ. അല്ലെങ്ങായി, ഇതെന്താ ഞമ്മളെ കൊണ്ട് മാത്രം സത്യം ചെയ്യിക്കണത്? ബാക്കി ഇവിടെ ഇരിക്കണവർക്കൊന്നും സത്യം പറയണ്ടേ? ആട്ടെ, നിങ്ങളാണോ
ഈ പോക്കറാജി? അല്ലാ, ജന്തലാക്കിലെ ചോദ്യാണ് ഈ ചോദിക്കണത്. ഞമ്മളെന്നെയാണ് ആ മുതല്. കൂട്ടത്തിൽ ചവിട്ടി വീരാൻ മകൻ പോക്കര്. ഓർഡർ ഓർഡർ ദേ, ഈ ആശാരി കുറെ നേരായല്ലോ കൊട്ടുവടി കൊണ്ട് ഓടാൻ പറയണ്. ആദ്യങ്ങൾ വിളിച്ച കാര്യം പറയും, എന്നിട്ട് നമ്മൾ ഓടണോ ചാടണോ തീരുമാനിച്ചോളാം. അദ്ദേഹം ആശാരിയും മേസ്ത്രിയും ഒന്നല്ല, അദ്ദേഹം ജഡ്ജിയാണ്. ജഡ്ജി. ഓനെന്ത് ജഡ്ജി കുടിച്ചായ അമ്മക്കെന്താണ്? ആളും തരവും നോക്കി സംസാരിക്കണ്ടേ? അല്ല പിന്നെ. മിസ്റ്റർ പോക്കർ, ഇത് കോടതിയാണ്, മീൻ ചന്തയല്ല. എന്ത് മിച്ചർ പോക്കരാ? ദേ, ഒരു കാര്യം ഞമ്മള് പറഞ്ഞേക്കാം. പണ്ട് മിച്ചർ ഉണ്ടാക്കി വിറ്റ് നടന്നിന് നാട്ടുകാർ നമ്മളെ മിച്ചർ പോക്കര് എന്ന് വിളിച്ചിരുന്നു. എന്ന് വെച്ച് നമ്മളങ്ങനെ വിളിച്ചാലുണ്ടല്ല, ഞമ്മളെ വിധം മാറും. അല്ലെങ്കിൽ വേണ്ട, ഞമ്മള് പോകാണ്. ഓർഡർ ഓർഡർ ദേ പിന്നേം തുടങ്ങി. ഇയാള് നന്നാവൂല. എടോ, പ്രായമായി കഴിഞ്ഞാൽ ഇങ്ങനത്തിനൊക്കെ പിരിച്ചുവിട്ടൂടെ? തല നിറച്ചിട്ട് ഇവിടെ വെച്ചോണ്ടിരിക്കണ എന്തിനാണ് പുള്ളേ? മിസ്റ്റർ പോക്കർ, നിങ്ങൾ നിങ്ങളുടെ സുഹൃത്ത് എഴുത്തച്ഛൻ കോടതിയിൽ ബോധിപ്പിച്ചതെല്ലാം കേട്ടതല്ലേ? ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ട്? എല്ലാം നിങ്ങൾക്കറിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താ, ശരിയാണോ? അല്ലാനെ മോനെ, ആ എഴുത്തച്ഛൻ ഞമ്മളെ പഴയ ചെങ്ങായിയാണ്, ഒരു സാധു. ആ ചാക്കോച്ചെന്ന് പറഞ്ഞില്ലേ, ഓനൊരു ശൈത്താനാണ്. ഓനെ വെടിവെച്ച് കൊല്ലണം. ആ പാവത്തിന്റെ സ്ഥലം ഓൻ കയ്യേറിയതാണ്. നല്ല പ്രായത്തിൽ നിക്കാഹ് വരെ വേണ്ടാന്ന് വെച്ചിട്ട് ഞമ്മളെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിച്ച ആളാണ് ആ പാവം എഴുത്തച്ഛൻ. ഞമ്മക്കൊന്നേ പറയാനുള്ളൂ, ഞമ്മളെ ചെങ്ങായിക്ക് നീതി കിട്ടണം. ഇതെല്ലാം എന്റെ കക്ഷിയുടെ മേൽ കെട്ടിച്ചമച്ച കഥകളല്ലേ? ഇനി മറ്റെന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് പറയാൻ? അല്ലെങ്കിലും സത്യം പറയുന്നവർക്കിപ്പൊ ഈ ദുനിയാവിലൊരു വിലയില്ലല്ലോ. ഇതാണോ പഠിച്ചോന്റെ സ്വന്തം നാട് എന്ന് പറയണത്? മതി മതി, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. യുവർ ഓണർ, സമൂഹത്തിൽ ഉന്നതനും മാന്യനുമായ എന്റെ കക്ഷിയുടെ സൽപ്പേര് കളങ്കപ്പെടുത്തുവാൻ വാദിയും മറ്റു ചിലരും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ കേസ്. എന്റെ കക്ഷിക്കെതിരെ വാദിഭാഗം ഉന്നയിച്ച ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് ബഹുമാനപ്പെട്ട കോടതി ഇതിനകം ബോധ്യമായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഈ കേസ് തള്ളിക്കളയണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുന്നു. മിസ്റ്റർ പോക്കർ, നിങ്ങൾക്ക് പോകാം. വാദിഭാഗം വക്കീൽ മിസ്റ്റർ ഭാസ്കരപിള്ളയ്ക്ക് എന്താണ് പറയാനുള്ളത്? യുവർ ഓണർ, എന്റെ കക്ഷിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം കയ്യേറി ഉടമസ്ഥാവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന പ്രതി ചാക്കോച്ചനെ വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി അനുമതി നൽകിയാലും. യെസ്, യു മേ പ്രൊസീഡ്. തുപ്പത്തൊടിയിൽ തോമാച്ചൻ മകൻ ചാക്കോച്ചൻ ഹാജരുണ്ടോ? നിങ്ങളാണോ ചാക്കോച്ചൻ? അതെ. എഴുത്തച്ഛൻ എന്ന് പറയുന്ന ആളുടെ മേപ്പടി സ്ഥലം താങ്കൾ അന്യായമായി കൈവശപ്പെടുത്തിയിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കുമോ? എന്റെ ഈശോയെ, എന്നാ പറയാനാന്നേ. ആ വസ്തു ഞാൻ 4 വർഷം മുമ്പ് വില കൊടുത്തു വാങ്ങിയതാ കേട്ടോ. റവന്യൂ മന്ത്രിയായ താങ്കളുടെ അച്ഛന്റെ സ്വാധീനം ഉപയോഗിച്ച് വ്യാജരേഖകൾ ചമച്ചാണ് ആ സ്ഥലം കൈവശപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞു. ഒബ്ജക്ഷൻ യുവർ ഓണർ, ഇത്തരം ചോദ്യങ്ങൾ അപ്രസക്തമാണ്. ഒബ്ജക്ഷൻ ഓവർ റൂൾഡ്. യു മേ പ്രൊസീഡ്. മേപ്പടി വസ്തുവിന്റെ യഥാർത്ഥ അവകാശി കേശവൻ എഴുത്തച്ഛൻ തന്നെയാണെന്ന് വ്യക്തമാകുന്ന രേഖകൾ എന്റെ കൈവശമുണ്ട്. ബഹുമാനപ്പെട്ട കോടതിക്ക് ഇവ പരിശോധിക്കാവുന്നതാണ്. മഹത്തായ നമ്മുടെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സ്വന്തം ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച ഈ സ്വാതന്ത്ര്യ സമര സേനാനിക്ക് അർഹിക്കുന്ന നീതി ലഭ്യമാക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഈ കേസിന്റെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് വിധി ഇപ്പോൾ തന്നെ പ്രസ്താവിക്കുകയാണ്. അന്യായക്കാരന് തന്റെ വാദത്തിന് മതിയായ രേഖകൾ ഹാജരാക്കാൻ കഴിയാതിരുന്നതിനാൽ പ്രതി ചാക്കോച്ചൻ തന്നെയാണ് മേപ്പടി വസ്തുവിന്റെ ഉടമസ്ഥൻ എന്ന് ഈ കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു. ആയതുകൊണ്ട് മേൽപ്പറഞ്ഞ വസ്തുവിന്റെ ഉടമസ്ഥാവകാശം ചാക്കോച്ചന് തന്നെയാണെന്ന് ഈ കോടതി വിധി പ്രസ്താവിക്കുന്നു. എന്താ നിങ്ങക്ക് പറ്റി? അല്ലാ, നിങ്ങള് വിഷമിക്കണ്ടെന്ന്
നിങ്ങളെ സ്ഥലം പോയത് പോട്ടെ, നിങ്ങക്ക് ഞമ്മളുണ്ട്. എന്റെ കുടിയില് കഴിയാന്ന്. എന്റെ അയ്യനെ ഗുൽബർഗ ജയിലിൽ വെള്ളക്കാരുടെ വോട്ടിന്റെ ചവിട്ട് നെഞ്ചിൽ കൊണ്ടിട്ട് പോലും എനിക്ക് ഇത്ര വേദനിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോ കണ്ണോർക്ക് ചങ്ങായി, ആരെങ്കിലും ഒന്ന് ഓടി വരുന്ന്. എഴുത്തച്ഛ, കണ്ണോർക്കുന്ന്. തുടിക്കുന്ന നെഞ്ച് മിടിക്കുന്നു ഇന്ത്യ, ചിരിക്കുന്ന ചുണ്ട് മുഴങ്ങുന്നു ഇന്ത്യ, പിടയ്ക്കുന്ന കണ്ണിൽ തിളങ്ങുന്നു ഇന്ത്യ, പടരുന്ന ഞരമ്പിൽ തിളയ്ക്കുന്നു ഇന്ത്യ. എനിക്കെന്റെ ജീവനാണെന്റെ ഇന്ത്യ, എനിക്കെന്റെ ജീവനാണെന്റെ ഇന്ത്യ. പ്രിയരെ, ചിന്തിക്കുവിൻ. ഇതാണോ മനുഷ്യനീതി? ഇതാണോ ഇന്ത്യയുടെ സംസ്കാരം? നമ്മുടെ വീരനേതാക്കൾ നമുക്ക് നേടിത്തന്ന സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഇന്ത്യ ഇതാണോ? ഇരുട്ടുകളിൽ ബ്രിട്ടീഷ് കാലടികളിൽ കിടന്ന് ഞെരിഞ്ഞമർന്നപ്പോഴും തോക്കിൻ കുഴലുകൾക്ക് മുമ്പിൽ വീറോടെ നെഞ്ചുവിരിച്ചു നിന്നപ്പോഴും അവർ സ്വപ്നം കണ്ട ഭാവി ഇന്ത്യ ഇതാണോ? ഹേ ഇന്ത്യൻ മനസ്സുകളിൽ നാളെയുടെ അവകാശികളായി ഞങ്ങളെ വാഴിക്കുവാൻ കാത്തിരിക്കുന്ന സമൂഹമേ, ഒന്ന് ഞങ്ങൾ ചോദിച്ചു കൊള്ളട്ടെ. ഇതോ നിങ്ങൾ ഞങ്ങൾക്ക് പകർന്നു നൽകുന്ന പുത്തൻ സംസ്കാരത്തിന്റെ പാഠങ്ങൾ, ഇതോ ഞങ്ങൾ പഠിക്കേണ്ട തത്വസംഹിതകൾ. എന്നാൽ ഒന്നറിഞ്ഞോളൂ, പൂർവികർ നേടിത്തന്ന സ്വാതന്ത്ര്യത്തിന്റെ വെള്ളി വെളിച്ചം നഷ്ടപ്പെടുത്തുവാൻ ഞങ്ങൾ ഒരുക്കമല്ല. പൊരുതി നേടിയ സ്വാതന്ത്ര്യത്തെ ഇനിയും പരദേശികളുടെ കാൽക്കൽ പണയപ്പെടുത്തുവാൻ ഞങ്ങൾ ഒരുക്കമല്ല. തീ തുപ്പുന്ന വെടിയുണ്ടകളെ നെഞ്ചകം കൊണ്ട് പ്രതിരോധിച്ച, വിദേശ കപ്പലുകളെ കടൽ പരപ്പുകളിൽ തളച്ചിടാൻ ചങ്കുറ്റം കാണിച്ച ധീരരായ മുൻഗാമികളുണ്ടല്ലോ, അവരാണ് ഞങ്ങളുടെ പൈതൃകം, അവരാണ് ഞങ്ങളുടെ വഴികാട്ടികൾ. ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ, നെഞ്ചകം പൊട്ടിക്കിടക്കുന്ന ഈ ധീര മനുഷ്യനെ പോലെ, കണ്ണുനീർ പൊഴിച്ചു കിടക്കുന്ന ഹോക്കർ ഹാജിയെ പോലെ നേരും നിറയുമുള്ള ആദർശ ധീരന്മാർ നമുക്കുമുള്ളപ്പോൾ ഇവിടെ നീതിയുണ്ട്, സമത്വമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. വന്ദേ മാതരം.